അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ, നീ പൊറുത്തു തരണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഉമ്മമാർക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഉപ്പമാർക്ക് നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ പൊരുത്തത്തിലായി ജീവിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാരുടെ ഉപ്പമാരുടെ കയ്യും പിടിച്ച് പരിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കും പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അതെ, മെയ് 12 മദർ ഡേ അല്ലേ? ഉമ്മമാർക്ക് തുല്യ പകരമായി ഉമ്മമാര് തന്നെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് നൽകട്ടെ, നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ ഉമ്മമാരുടെ തണല് ഒരുപാട് കാലം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ലാ. മരണപ്പെട്ടു പോയ ഉമ്മമാരുള്ളവരുണ്ട് അല്ലാഹുവേ, ആ ഉമ്മമാരുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ. തിരൂരിലുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ ഉമ്മയോട് മദ്യം കുടിക്കാൻ വേണ്ടി കാശ് ചോദിക്കുന്നു, ഉമ്മ കൊടുക്കുന്നില്ല. അതെ, പലപ്പോഴായി ഉമ്മയെ ഉപദ്രവിക്കുകയാണ്. അവസാനം പണം കിട്ടാതായപ്പോ ഒരു കടാരയെടുത്തിട്ട് ഉമ്മാന്റെ വയറ്റത്തേക്ക് കുത്തിയില്ലേ. സുബ്ഹാനല്ലാഹ്. അതേ, 9 മാസം നൊന്ത് പ്രസവിച്ച് 9 മാസവും അതിനപ്പുറവും ദിവസങ്ങളോളം കൊണ്ട് നടന്ന വയറ്റത്തേക്ക് കടാര കൊണ്ട് കുത്തുകയാണ്. ആ ഉമ്മയെ അത്യാസന്നമായ നിലയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയില് മകന്റെ കുത്തേറ്റിട്ട് മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുകയാണ്. ആ മകനാണെങ്കിലോ അതാ മറ്റൊരു വാഹനത്തിലൂടെ യാത്ര പോകുമ്പോ ബൈക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നു. വലിയ അത്യാസന്ന നിലയിലാകുന്നു. അതേ മകനെയും അതാ അതേ ഹോസ്പിറ്റലിലെ ഉമ്മ കിടക്കുന്ന അതേ ഐസിയുവിലേക്ക് കൊണ്ടുവരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുകയാണ്. അപ്പുറത്തെ കട്ടിൽ കിടക്കുന്നത് തന്റെ മകനാണെന്ന് ആ വയസ്സായ ഉമ്മ തിരിച്ചറിഞ്ഞപ്പോ ആ ഉമ്മാന്റെ മനസ്സിലൂടെ, ആ ഉമ്മാന്റെ നാവിലൂടെ ഒരു ദുആ വന്നില്ലേ? ഞാന് മരിച്ചാലും വേണ്ടില്ല, ഞാനിവിടെ വെച്ച് മരിച്ചാലും വേണ്ടില്ല അല്ലാ, എന്റെ മകനിക്ക് ഒന്നും സംഭവിക്കരുതേ. എന്തൊരു മനസ്സാണ് നമ്മുടെ ഉമ്മമാരുടെ മനസ്സ്. ആ മനസ്സിന് പകരമായി വേറെ ഒരു മനസ്സും എത്തുകയില്ല. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഉമ്മമാർക്ക് വേണ്ടി ദുആ ചെയ്യണേ മക്കളെ, ഉമ്മമാരെ മറക്കല്ല. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അവരുടെ റൂഹിനെ പെട്ടെന്ന് തിരിച്ച് വിളിച്ച് ഞങ്ങളെ നീ അനാഥരാക്കല്ലേ.